ഹായ് എല്ലാവർക്കും നമസ്കാരം. എറിക് ആൻഡ് ആദം ഹെൽത്തി വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. 15 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീട്. ഇത് കണ്ണൂർ ജില്ലയിലാണ്. കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു വരാന്തയാണ്, വളരെ ചെറിയൊരു വരാന്തയാണ്. അവിടെ ഞാൻ ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വീട് വെച്ചിട്ട് 4 വർഷം കംപ്ലീറ്റായി. 4 വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. പിന്നെ എനിക്കതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയുകയില്ല. വരാന്തയിൽ കുക്കി കിടന്നുറങ്ങുന്നുണ്ട്. കുക്കി നമ്മുടെ ക്യാറ്റാണ്. ആൾക്ക് ഇങ്ങനെ തണുപ്പാണ് ഇഷ്ടം. അതുകൊണ്ട് ഈ കോറിഡോറിൽ എപ്പോഴും നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ആൾ തണുപ്പിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇത്രയുമാണ് പുറത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ഈശോയുടെ ക്രൂശിത രൂപം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറ്. ഇത് ഞങ്ങളുടെ പ്രാർത്ഥനാ ഏരിയയാണ്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിന് താഴെയായിട്ട് ചെറിയ കുറച്ച് ക്യാബിനറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ ഒരു വാൾപേപ്പർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സോഫ സെറ്റും ലിവിങ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂമിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഡൈനിങ് റൂമാണ്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഈ ലിവിങ് റൂമും ഡൈനിങ് റൂമും കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലിവിങ് ഏരിയയും ലെഫ്റ്റ് സൈഡിലായിട്ട് ഡൈനിങ് റൂമും ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് റൂമിലെ ഒരു വാൾപേപ്പർ വെച്ചും മറ്റൊരു കുട്ടികളുടെ ചെറുപ്പത്തിലെ ടോയ്സും കാര്യങ്ങളും അവരുടെ സമ്മാനങ്ങളും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡൈനിങ് റൂമിൽ 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളും അതിന് വേണ്ട ചെയറുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്നാൽ നമുക്ക് കിച്ചണിലോട്ടും ലിവിങ് റൂമിലേക്കും ഡൈനിങ് റൂമിലേക്കും ബെഡ്റൂമുകളിലോട്ടും മുകളിലത്തെ നിലയിലേക്കും ഒക്കെ പോകാനും കാണാനും പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിലെ ചെടികൾക്ക് സൺലൈറ്റ് കിട്ടാൻ വേണ്ടി മുകൾ ഭാഗത്ത് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് ബെഡ്റൂമുകളൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു വാൾപേപ്പർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ബെഡിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വാർഡ്രോബുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാത്റൂമാണ്. 4 ബെഡ്റൂമാണ് നമുക്കുള്ളത്. 4 ബെഡ്റൂമിലും ഒരേ ഡിസൈനിലുള്ള ബാത്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂമാണ്. ഇത് എറിക്കിൻ്റെ ബെഡ്റൂമാണ്. ഇവിടെയും ഒരു വാൾപേപ്പർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു വാർഡ്രോബ് സെറ്റും ഒരു കോട്ടും ഒരു സൈഡ് ടേബിളും പിന്നെ എറിക്കിനിരുന്ന് പഠിക്കാനുള്ള എറിക്കിൻ്റെ സ്റ്റഡി ഏരിയ ആണ് ഇവിടെയുള്ളത്. ഇത് ഈ ബ്ലാക്ക് വാഷ്റൂമിൻ്റെ ഡോറാണ്. അവിടെ നിന്നും ലിവിങ് റൂമും ഡൈനിങ് റൂമും ഉള്ള ഈ ഒരു ഓപ്പൺ സ്പേസിൽ നമ്മൾ വന്നു.
ഇനി നമുക്ക് ഈ വോളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഷെൽഫിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണാം. ഇത് ആദമിൻ്റെ സ്റ്റഡി ഏരിയ ആണ്. ആദമിൻ്റെ സ്റ്റഡി ഏരിയയുടെ സൈഡിലായി തന്നെ ഒരു ചെറിയ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന സ്കൂളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങളും മറ്റുമാണ്. ഇത് അവരുടെ ചെറുതിലെയുള്ള ടോയ്സും അവരങ്ങനെ ഒന്നും നാശമാക്കി കളയില്ല. അതുകൊണ്ട് രണ്ടുപേരുടെയും ചെറുതിലും മുതലുള്ള ടോയ്സുകളെല്ലാം ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ. വാഷിംഗ് ഏരിയ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് അതിനെ ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. വാഷിംഗ് ഏരിയയ്ക്ക് നേരെ ഓപ്പോസിറ്റ് കിച്ചണാണ്. ഈ ആദ്യം തന്നെ ഒരു വലിയ ഫ്രിഡ്ജുണ്ട്. അതിനുശേഷം ഇത് കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കിച്ചണും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കൗണ്ടർ ടോപ്പൊക്കെ വളരെ ക്ലീൻ ആയിട്ടിരിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ നീറ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. കിച്ചണിലും ഞാൻ ആവശ്യത്തിന് പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അല്ലാതെ കൂടുതൽ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. പ്ലാന്റ്സ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. കൗണ്ടർ ടോപ്പിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലും താഴെയും 2 ബെഡ്റൂം, മുകളിലും 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂമാണ് നമുക്കുള്ളത്. സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടം ഒരു ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ ഞങ്ങളവിടെ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. ഒരു അയണിങ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ ഞങ്ങൾ എക്സസൈസ് ചെയ്യാനും അയൺ ചെയ്യാനും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ കാണുന്ന ഡോറ് പുറത്തൊരു ഓപ്പൺ ടെറസ് ഉണ്ട്, അങ്ങോട്ടുള്ളതാണ്. ബെഡ്റൂം രണ്ടും ലിവിങ് ഏരിയയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം. ഇത് എറിക്കിന് 8 വയസ്സുള്ളപ്പോഴായിരുന്നു നമ്മൾ ഈ വീട് ഉണ്ടാക്കിയത്. ഇപ്പോൾ എറിക്കിന് 12 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അന്ന് എറിക്കിന് ഏറ്റവും ഇഷ്ടമുള്ള കളറ് ബ്ലൂ ആയിരുന്നു. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ബ്ലൂ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പം എറിക്കിന് ബ്ലൂ ഇഷ്ടമേ അല്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഓരോ റൂമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പിന്നീട് ആ ഇഷ്ടം മാറുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും. ഇപ്പോൾ ഈ റൂം ആരും യൂസ് ചെയ്യുന്നില്ല. എറിക്ക് താഴത്തെ റൂമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. എറിക്കിൻ്റെ ഇവിടുത്തെ റൂമിന് നേരെ ഓപ്പോസിറ്റുള്ള റൂം, ഇത് നമ്മൾ എക്സ്ട്രാ സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. പിന്നെ നമുക്കിപ്പം അത്രയും ആളില്ലാത്തത് കൊണ്ട് ആ റൂം ഞാനിങ്ങനെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ വയ്ക്കാനും, ഇവിടുത്തെ കുക്കിയുടെ റൂമായിട്ടാണ് മെയിൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ കുട്ടികളുടെ ചെറുപ്പത്തിലെ തൊട്ടിലും ബാഗുകളും അങ്ങനെയുള്ള സാധനങ്ങളും എക്സ്ട്രാ പഴയ തുണികളും അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ഒരു റൂമാണ്. കുക്കിയുടെ റൂമാണിത്. കുക്കിയുടെ ഫുഡും കുക്കിയുടെ ക്യാറ്റ് ലിറ്ററും ഒക്കെ ഇവിടുത്തെ വാഷ്റൂമാണ്. ഈ വാഷ്റൂമാണ് കുക്കി യൂസ് ചെയ്യുന്നത്. ഫുഡൊക്കെ ഇവിടെ വെച്ച് കൊടുക്കും. കുക്കി ഇവിടെ വന്ന് മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. ഇവിടെ മാത്രമേ അവൾ വാഷ്റൂമിൽ പോകത്തുള്ളൂ. ക്യാറ്റ് ലിറ്റർ യൂസ് ചെയ്യത്തുള്ളൂ. വേറെ എവിടെയെങ്കിലും വെച്ച് കൊടുത്താലും ക്യാറ്റ് ലിറ്റർ അവൾ യൂസ് ചെയ്യത്തില്ല. അങ്ങനെയാണ്. പിന്നെ ഇത് നമ്മളെ ലിവിങ് സ്പേസിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ പ്ലാന്റ്സിനൊക്കെ സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ടെന്ന്. ആ ഏരിയ ആണത്. ഇനി സ്റ്റെയറിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഇതാണ് വ്യൂ. മുകളിൽ ആ ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ പ്ലാന്റ്സിനൊക്കെ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പ്ലാന്റ്സ് ഒക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഈ ഹോം ടൂർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ഇതുപോലൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. നന്ദി, നമസ്കാരം.